ഹായ് ഹലോ, എമ്മീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് അടിപൊളി കോമ്പോസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് കേട്ടോ കാണിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക, അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നമുക്ക് DTDC കൊറിയർ സ്പീഡ് പോസ്റ്റുമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യാവുള്ളൂ. നമുക്ക് കേരള, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക ഫുൾ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം നല്ല വെറൈറ്റി, നല്ല ഷെയ്ഡല്ലേ എന്ന് നോക്കി, എന്ത് ഭംഗിയാണെന്ന് നോക്കി. ആദ്യമേ തന്നെ നമ്മൾ ഡാലിയയുടെയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഒരു സെയിലുള്ള ഒരു വെറൈറ്റിയാണ് ഡാലിയ എന്ന് പറയുന്നത്. നമുക്ക് പ്ലാൻസ് ഏകദേശം ഡാലിയയുടെയൊക്കെ തീരാറായിട്ടുണ്ട്. ഇനി വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ളൊരു പ്ലാന്റ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകളായിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേ മുട്ടുകളൊക്കെ വിരിയത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതെല്ലാം അയക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇതിൽ കൂടാതെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ചോദിക്കുക. നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും, നടുന്ന രീതിയോ എല്ലാം. ഇത് അതുപോലെ തന്നെ നാടൻ ഡാലിയാണ് കേട്ടോ, കിഴങ്ങളുണ്ടാവുന്ന ടൈപ്പാണ്. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പോകുന്ന ടൈപ്പല്ല. ഒത്തിരി പേര് മേടിച്ചു, നല്ല റിവ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ലൊരു പുതിയ വെറൈറ്റിയാണേ. ഇതിൻ്റെ സൈഡ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ശരിക്കും ഇത് റെഡല്ല, ഇതിൻ്റെ കളർ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല അടിപൊളി ഷെയ്ഡുകളാണ്. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ കളറ് ശരിക്കും മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ നല്ല ഇത് കണ്ടോ, ഇനി വിരിയാനായിട്ട് എന്തോരം ഉള്ളതെന്ന് നോക്കിയേ, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ വൈറ്റിൻ്റെയൊക്കെ ഡബിൾ ഷെയ്ഡ്, റെഡിൻ്റെയൊക്കെ ഡബിൾ ഷെയ്ഡ്. ഇതാ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാം ഒന്നൊന്നിനും. അപ്പം ആരും കളറ് സെലക്ട് ചെയ്തിടരുത് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ളതാണെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒഴിവാക്കിയിട്ടായിരിക്കും അയച്ചു തരുന്നത്. കളറ് സെലക്ട് ചെയ്തിട്ടാൽ നമുക്ക് പ്ലാന്റ്സ് പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ കോമ്പോസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. നമ്മൾ 10 മേളിൽ കളേഴ്സ് നമുക്ക് ഡാലിയയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ഒരുമിച്ച് അയക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി 10 കളേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 പാക്കിങ്ങിലായിട്ട് അയക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ വലിയൊരു ബോക്സ്, വലിയൊരു കൊറിയറിലായിട്ടായിരിക്കും നമ്മൾ ബോക്സിലായിട്ടായിരിക്കും 10 അയക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ കളേഴ്സും ജസ്റ്റ് ഇപ്പോൾ ഇരിക്കുന്ന കളേഴ്സ് ഞാൻ ജസ്റ്റ് വിരിഞ്ഞിരിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. ഇത് നല്ല ഡാർക്ക് വയലറ്റാണ്. ഇതിൻ്റെയും കണ്ടില്ലേ, സൈഡ് വശം ഇച്ചിരി ട്വിസ്റ്റഡ് പോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വലിയ വലിയ പൂക്കളാണ്. അടുത്തത് വരുന്നത് ഈ കാണുന്ന ഒരു റെഡ് വൈറ്റ് വെറൈറ്റി. ഇതൊക്കെ ഒത്തിരി പേര് മേടിക്കുന്ന ഒന്നാണ് കേട്ടോ. എല്ലാവർക്കും കോംബോയിൽ ഈ ഡബിൾ കളറൊക്കെ കാണും കേട്ടോ. അതുപോലെ ഇത് വേറൊരു വയലറ്റാണ്. ഇതിൻ്റെ ലീഫിൻ്റെ അറ്റം കണ്ടില്ലേ, അതുപോലെ ട്വിസ്റ്റഡ് അല്ല, അതാണ് കേട്ടോ. ഇതും വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ പൂവിൻ്റെ ഇവിടുന്നേ ഇച്ചിരി ഇത് കാണുമ്പോൾ മനസ്സിലാവും. അതും വേറൊരു വെറൈറ്റിയാണ്. പിന്നെ വരും നമുക്ക് വയലറ്റ് വൈറ്റ്. ഇതിൻ്റെയും അറ്റം കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു ഇതെന്ത് കളറാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഒരു ചന്ദന കളർ എന്നൊക്കെ പറയാം. നല്ല ഭംഗിയുള്ള കളറാണ്. അതുപോലെ തന്നെ ഈ വരുന്നത് ഇതും നല്ലൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് വരുന്നതും നല്ലൊരു പുതിയ മൾട്ടി കളർ വെറൈറ്റിയാണ്. ഇതും നല്ലൊരു കളറാണ് കേട്ടോ. നമുക്ക് യെല്ലോയും വരുന്നുണ്ട്. യെല്ലോ ഇതാണേ, യെല്ലോ വിരിയുന്നതേ ഉള്ളൂ. ഞാൻ വിരിഞ്ഞ് നിൽക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെയാണ് നമുക്കിപ്പം കളേഴ്സൊക്കെ വരുന്നത്. ഇത് വേറൊരു ഷെയ്ഡാണ്, ഇത് വേറൊരു ഷെയ്ഡാണ്. അപ്പം എല്ലാം നല്ല ഷെയ്ഡ്സാണ് കേട്ടോ ഇരിക്കുന്നത്. പ്ലാന്റ് സൈസ് നിങ്ങളെ ഞാൻ കാണിച്ചു. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. എല്ലാം ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇനി റേറ്റും കൂടെ പറയുകയാണ്. കോംബോ റേറ്റ് വരുന്നത് 5 കളേഴ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ 600. റേറ്റ് ഒട്ടും കൂടുതലല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, പാക്ക് ചെയ്യുമ്പോൾ നല്ല ഹൈറ്റും വെയിറ്റും വരുന്നുണ്ട്. അപ്പം പാക്കിംഗ് ചാർജ് ഏകദേശം 5 എണ്ണമൊക്കെ പാക്ക് ചെയ്യുമ്പോൾ 2 കിലോയ്ക്ക് മുകളിൽ പാക്കിങ് വരുന്നുണ്ട്. ഇവർ സൈസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ റേറ്റ് ഇടുന്നത്. അപ്പം അങ്ങനെ 5 എണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ 600. അതുപോലെ 3 എണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ 400 ആയിരിക്കും റേറ്റ് വരുന്നത്. ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ ചോദിക്കാം കേട്ടോ.
അടുത്തതായിട്ട് എല്ലാവരും മേടിക്കുന്ന ഒരു പ്ലാന്റാണ് ചൈനീസ് ബോൾസം ഹൈബ്രിഡ് വെറൈറ്റി. നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്ന വെരിഗേറ്റഡിൽ ഓറഞ്ച്, വെരിഗേറ്റഡ് വൈറ്റ്, അതുപോലെ തന്നെ വെരിഗേറ്റഡ് മജന്ത വരുന്നുണ്ട്. ഇതാണ് കേട്ടോ. അതുപോലെ വെരിഗേറ്റഡ് പിങ്ക്, അങ്ങനെ 4 വെരിഗേറ്റഡ് കളേഴ്സും പിന്നെ ഡബിൾ കളേഴ്സ് ഒരു 5-6 കളേഴ്സോളം വരുന്നുണ്ട്. പിന്നെ സിംഗിൾ കളേഴ്സ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡാണ്. പൂക്കളോടും മുട്ടുകളോടും ഉള്ള ചെടികൾ തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത്. നിങ്ങൾക്കിപ്പം ഞാൻ ഒത്തിരി പ്രായമായ ചെടികൾ ഒരിക്കലും അയച്ചു തരില്ല. മിനിമം 3 ബ്രാഞ്ചസ് എങ്കിലും ഉള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരിക. വെരിഗേറ്ററിൻ്റെയൊക്കെ സൈസ് ഏകദേശം ഇത്രയും ഉണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം ഇതൊക്കെ പാക്ക് ചെയ്യുമ്പം എങ്ങനെയാണ് ചാർജ് വരുന്നതെന്നും എല്ലാം അറിയാം. അപ്പം നമ്മൾ എല്ലാത്തിലും കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റുകളാണ് പറയുന്നത്. നമുക്ക് കട്ടിങ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. മിനിമം 3 ബ്രാഞ്ചസ്. അതുപോലെ തന്നെ ഒരേ കളറ് വരുമ്പോഴും സൈസിന് ഏകദേശം ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ 2-3 വെറൈറ്റീസ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് വെരിഗേറ്റഡ് വൈറ്റ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടില്ലേ, ഇതിൽ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്, ഒരു 6-7 ബ്രാഞ്ചസോളം ഉണ്ട്. പിന്നെ നമുക്ക് റെഡൊക്കെ വരുമ്പോൾ ബ്രാഞ്ചസ് ഉണ്ട്, എന്നാലും അതുപോലെ ബുഷിയല്ല, എന്നാലും മിനിമം 3 ബ്രാഞ്ചസ് എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ഡിഫറൻസ് സൈസിന് വരുന്നുണ്ട്. ഇതൊക്കെ ഓറഞ്ചിൻ്റെ ഒരു പുതിയ ഷെയ്ഡാണ്. ഇതിനൊക്കെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ സ്ലോ ഗ്രോത്ത് ആണ്, അതുകൊണ്ടാണ് ബ്രാഞ്ചസ് കുറവ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റുകൾ വരുന്നത് 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 800, അതുപോലെ തന്നെ 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 450 ആയിരിക്കും റേറ്റ് വരുന്നത്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും അയക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നാൽ നമ്മളത് ഒഴിവാക്കിയിട്ടായിരിക്കും കോംബോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. നമ്മൾ ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരത്തില്ല, അത് കൺഫേം ആണ്. നിങ്ങൾക്ക് ലീഫ് നോക്കി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണെന്ന് കേട്ടോ. ഇതാണ് നമുക്ക് റെഡിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല വലിയ പൂക്കളാണ് കേട്ടോ. അതുപോലെ തന്നെ പിങ്ക്, മജന്ത, അതുപോലെ തന്നെ മജന്തയും ഒരു ലൈറ്റ് പിങ്ക് മിക്സഡ് ഷെയ്ഡ്, ഒത്തിരി മിക്സഡ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെരിഗേറ്റഡ് തന്നെ കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഡബിൾ കളർ തന്നെ കോംബോ വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും. സിംഗിൾ കളർ തന്നെ കോംബോ വേണ്ടവർക്ക് അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ആരും സ്ക്രീൻഷോട്ട് ഇടാനോ അതുപോലെ തന്നെ ഇന്ന കളർ വേണമെന്ന് സെലക്ട് ചെയ്യാതിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉള്ള കളേഴ്സ് ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കോംബോസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ കോംബോസാണ് കേട്ടോ വരുന്നത്. എല്ലാം നല്ലൊരു അടിപൊളി പ്രൈസിലാണ് നമ്മൾ ഈ കോംബോ ഒക്കെ തരുന്നത്. നിങ്ങൾക്ക് ഒരിടത്തും ഈ ഒരു പ്രൈസിൽ ഹൈബ്രിഡ് ചെമ്പരത്തി നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ പ്രൈസൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ അകത്തുള്ള CC ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റാണ് പറയുന്നത്. CC ചാർജ് എന്ന് പറയുന്നത് കൊറിയർ ചാർജാണ് കേട്ടോ. അപ്പം നമുക്ക് 5 ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 500, 3 ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 ആയിരിക്കും ചെമ്പരത്തിയുടെ റേറ്റ് വരുന്നത്. ഒട്ടും വലിയ കെയറുകളൊന്നും വേണ്ടാത്തൊരു ചെടി തന്നെയാണ്. നിങ്ങൾക്കറിയാം, നടുമ്പോൾ ഇച്ചിരി നല്ലോണം വളമൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഒരു കെയറും കൊടുക്കേണ്ട ഒരു ചെടിയല്ല ഈ ചെമ്പരത്തി എന്ന് പറയുന്നത്. കൊണ്ട് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പം റേറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വേണം അവസാനം വരെ ഒന്ന് കാണാനായിട്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ചെമ്പരത്തിയുടെ കോംബോ വരുന്നത്. വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ വെറൈറ്റി ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ വേണ്ടുന്നവർ, ഇതും ഞാനൊരു അടിപൊളി പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ കോംബോ തരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെപ്പറേറ്റ് പ്രൈസ് ഇട്ടിരുന്നു. അപ്പം ഇത് നമ്മളൊരു കോംബോ ആയിട്ടൊരു സ്പെഷ്യൽ പ്രൈസിൽ തന്നെയാണ് കേട്ടോ തരുന്നത്. ഷെയ്ഡ്സാണ് ഈ കാണിക്കുന്നത്, റെഡ്, യെല്ലോ, പിന്നെ വരുന്നത് ഒരു ബേബി പിങ്ക്, അതുപോലെ ഒരു ഡബിൾ ഷെയ്ഡ്. ഇതാണ് കേട്ടോ ബേബി പിങ്ക് വരുന്നത്. നല്ല ഭംഗിയാണ്. റോസാപ്പൂ പോലെ ഇരിക്കും ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത്. അതുപോലെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. മണലുണ്ടെങ്കിൽ നിങ്ങൾ മണൽ കൂടുതലിട്ടിട്ട് വേണം പോട്ടി മിക്സ് റെഡിയാക്കി ഇത് നടാനായിട്ട്. മണലിടുന്നത് പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും വെള്ളം അതിൽ നിൽക്കത്തില്ല, പെട്ടെന്ന് വാർന്നു പോകും. അതുപോലെ മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം ഈ ഒരു പ്ലാന്റ് നനച്ച് കൊടുത്താൽ മതി.
ഷെയ്ഡിൽ വെക്കേണ്ട പ്ലാന്റാണ്. ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാം, ഹാങ്ങിങ് വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം. വെയിൽ കൊള്ളാതെയും ഒത്തിരി വെള്ളവും ഒഴിക്കാതെയും സൂക്ഷിച്ച് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് കിട്ടുന്ന പ്ലാന്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ബൾബ് ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ, ട്യൂബറസ് ബിഗോണിയ അല്ലെങ്കിൽ ട്യൂബ് റോസ് എന്നൊക്കെ പറയും ചിലയിടത്ത്. അപ്പം ഇത് നമുക്ക് 3 കളേഴ്സ് കോംബോ വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 650 ഉള്ളൂ. നല്ലൊരു ഓഫർ പ്രൈസാണ് തന്നിരിക്കുന്നത്. അപ്പം വേണ്ടുന്നവർ ഉറപ്പായിട്ടും ഒന്ന് ഓർഡർ ചെയ്യുക കേട്ടോ. നമുക്ക് ഒത്തിരി പ്ലാൻസ് ഒന്നും ഇല്ല തരാനായിട്ട്. അപ്പോൾ ആദ്യം ഓർഡർ തരുന്നവർക്ക് നമുക്ക് പ്ലാൻസ് തരാനായിട്ട് കാണും. അതുപോലെ നല്ലോണം മണ്ണ് ഇതിൻ്റെ മണ്ണ് നല്ലോണം വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് വളർത്തിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മളോട് വേറെ നല്ല കളേഴ്സ് യെല്ലോ റെഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇത് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് അറിയിക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും. അതും നല്ല സേഫായിട്ട് തന്നെ ഈ ഒരു വെറൈറ്റീസൊക്കെ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും. ഒട്ടും ടെൻഷൻ വേണ്ട കേട്ടോ. ഇത് അതുപോലെ തന്നെ നമ്മുടെ വാക്സ് ബിഗോണിയ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ നമ്മുടെ ഡാലിയയുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. ചിലത് നമ്മൾ കാണിക്കാനായിട്ട് വിട്ടുപോയായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ കളേഴ്സ്. തുടക്കത്തിലേ ഞാൻ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണിയയുടെ കോമ്പോസാണ് തരുന്നത്. വാക്സ് ബിഗോണിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 ഷെയ്ഡ്സ്, കളർ സെലക്ഷൻ ഒന്നുമില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും വെറൈറ്റീസ് ഈ കാണിക്കുന്ന പ്ലാന്റ്സിലുണ്ടെങ്കിൽ അത് ഇട്ട് തന്നാൽ ഒഴിവാക്കിയിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ. 4 വെറൈറ്റീസ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 400 ആയിരിക്കും റേറ്റ് വരുന്നത്. അതും നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. കൊറിയർ ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു വെറൈറ്റീസൊക്കെ അത്യാവശ്യം മണ്ണ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട ചെടികളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. അത്യാവശ്യം ബ്രാഞ്ചസ് ഉള്ള നല്ല വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ്. നല്ല ഒരു പ്രൈസിലാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് 2 കളറ് ചെണ്ടുമല്ലി അല്ലെങ്കിൽ ബന്ദി എന്ന് പറയും, അത് നമുക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. മഞ്ഞ ഓറഞ്ച് 2 കളറാണ് കേട്ടോ ഉള്ളത്. ഒരു പ്ലാന്റ് 60 വെച്ചിട്ടായിരിക്കും അയച്ചു തരുന്നത്. 2 പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 200 റേറ്റ് ഉള്ളൂ. ഒത്തിരി പേര് ഇടയ്ക്കൊക്കെ ചോദിച്ചിരുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്കിപ്പം ഈ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസ് കോംബോ അവൈലബിൾ ആണ്. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെയാണ് കേട്ടോ ഷെയ്ഡ്സ്, കളേഴ്സാണ് ഈ കാണിക്കുന്നത്. എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് ഈ ഒരു സമയത്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് നമുക്ക് ഇപ്പം ശരിക്കും പറയാൻ നിങ്ങൾക്കറിയാം, ഫ്ലവറിങ് പ്ലാന്റ്സിനെല്ലാം നല്ലോണം ഫ്ലവർ കാണുന്ന ഒരു ടൈമാണ് എല്ലാ വെറൈറ്റീസിലും. അത് നമ്മുടെ ബൊഗൈൻവില്ല, അഡീനിയം അതിന് മാത്രമല്ല, എല്ലാ വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സും ഈ ഒരു ടൈമിൽ നല്ലോണം പൂത്ത് നിൽക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരിക്കലും പോകത്തില്ല കേട്ടോ. നമ്മളൊന്ന് ഇച്ചിരി കെയർ ചെയ്തെടുക്കുവാണെങ്കിൽ കുറേ നാൾ തന്നെ നമുക്കിതൊക്കെ ഇങ്ങനെ പൂവായിട്ട് തന്നെ നിർത്താൻ പറ്റും. ഇതിൻ്റെ ഒരു കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂ പോയി കഴിയുമ്പോൾ ആ ഒരു വശം കട്ട് ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ ജസ്റ്റ് കൈ വെച്ചൊന്ന് ഉള്ളിക്കളഞ്ഞാലും മതി. പിന്നെ വെള്ളമാണെങ്കിലും എല്ലാ ചെടികൾക്കും ഇപ്പോൾ അറിയാം അത്യാവശ്യം നല്ല ചൂടാണ്. അതുകൊണ്ട് ഒരു നേരവും വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെയുള്ളൂ ഇതിൻ്റെ കാര്യം. നമുക്ക് 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300, 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 550 റേറ്റ്. ഇതിലെല്ലാത്തിലും കുറവാണ് കേട്ടോ റേറ്റ്. അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന പെൻഡാസ്, ഇതല്ല കേട്ടോ പ്ലാന്റ് സൈസ്. ഞാൻ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു സൈസായ പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും വരുന്നത്. നമ്മൾ 4 കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പെൻഡാസ് അയച്ചു തരുന്നത്. ഇത് നിങ്ങൾക്കറിയാം ഡാർഫ് വെറൈറ്റിയാണ്, ഒത്തിരി ഹൈബ്രിഡ് വെറൈറ്റിയാണ്, ഒത്തിരി പൊക്കം വയ്ക്കാത്ത ടൈപ്പ്. നാടൻ എന്ന് പറയുമ്പോൾ ഒത്തിരി പൊങ്ങിപ്പോയിട്ടായിരുന്നു പൂക്കളുണ്ടാവുന്നത്. ഇതുപോലെ കുറ്റിയായിട്ട് തന്നെ എപ്പോഴും എല്ലാ സമയവും ഫ്ലവർ ആവുന്ന ഒരു ചെടിയാണ്. കട്ടിങ്സ് വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്ലവർ പോകുന്ന ആ വശം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. 4 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 400 ആയിരിക്കും റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡെയ്സി കോംബോയാണ്. നല്ല വൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന വയലറ്റ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതുപോലെ നമുക്ക് പിങ്ക് ഇതാണ് കേട്ടോ പിങ്ക് കളറ്. ഇങ്ങനെ നമുക്ക്
3 കളേഴ്സിൻ്റെ കോംബോ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. നമുക്ക് അത്യാവശ്യം തൈകളായിട്ടായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. ഇനി ആർക്കെങ്കിലും മുട്ടുകളുള്ള പൂക്കളുള്ള ചെടികൾ വേണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ തൈ ഇപ്പം നമുക്കില്ല. നമുക്ക് 3 കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 250. അടുത്തതായിട്ട് നമുക്ക് നാടൻ പെറ്റൂണിയ കുറച്ച് പ്ലാന്റ്സും കൂടെ അവൈലബിൾ ആണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാൻഡസ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത്. കളർ സെലക്ഷൻ ഒന്നുമില്ല, നമ്മൾ മിക്സഡ് കളേഴ്സിൻ്റെയാണ് സീഡ്സ് ഇട്ട് പാകിയ തൈകളാണ്. അപ്പം നമ്മൾ 3 പ്ലാന്റ് അല്ലെങ്കിൽ 5 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും തരുന്നത്. 3 പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300, 5 പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 500. ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ, സെയിം സൈസ് തന്നെയാണ് പ്ലാന്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും ടാറ്റാ.